ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തഥാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഇന്നലെ നമ്മൾ 11-ാമത്തെ അധ്യായം പഠിച്ചു വരുന്നു. 20 ശ്ലോകം 19 വരെ നമ്മൾ ഇന്നലെ പഠിച്ചു. 20-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ കാണുന്നത് എന്താണ്? ദ്വാരകയിൽ ഭഗവാൻ എത്തിയ സമയത്ത് അവിടെയുള്ളവരെല്ലാവരും ഭഗവാനെ സ്വീകരിക്കുന്നതും മനോഹരമായിട്ട് ഭഗവാനെ സ്വീകരിക്കുന്നതാണ് കാണുന്നത്. ഇനി എന്താണെന്ന് നോക്കാം. 20-ാമത്തെ ശ്ലോകം. നട നർത്തക ഗന്ധർവ സൂതമാഗത വന്ദിനഃ ഗായന്തി ചോത്തമ ശ്ലോക ചരിതാനി അദ്ഭുതാനി ച. ഹരേ കൃഷ്ണ പ്രഭുജി. വായിക്കട്ടെ. ശ്ലോകം 20. നടനർത്തക ഗന്ധർവ സൂതമാഗത വന്ദിനഃ ഗായന്തി ചോദമ ശ്ലോക ചരിതാനി അത്ഭുതാനി ച. വിവർത്തനം. ശ്രീല പ്രഭുപാദി കി ജയ്. ഭഗവാന്റെ അതിമാനുഷ ലീലകളാൽ പ്രചോദിതരായി വിദഗ്ധരായ നാടകക്കാരും കലാകാരന്മാരും നർത്തകരും ഗായകരും പുരാവൃത്തകരും വംശചരിത്രകാരന്മാരും വിദൂഷികളായ പ്രാസംഗികരുമെല്ലാം അവരുടേതായ സംഭാവനകൾ പ്രദാനം ചെയ്തു. അപ്രകാരം അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, ഇനി എന്താണ് പറയുന്നത്? കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ടു, ഭഗവാൻ വന്നത് അറിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാവരും, വസുദേവർ, അക്രൂർ, ഉഗ്രസേനൻ, ബലരാമൻ, പ്രദ്യുമ്ന, ചാരുദേഷ്ണ, സാംബ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെല്ലാവരും ഓടിപ്പോകുന്നു. അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിർത്തിവെച്ച് ഭഗവാന്റെ അടുത്തേക്ക് ഓടുന്നു. അതേപോലെ ഈവൻ വേശ്യാസ്ത്രീകൾ പോലും അവരെല്ലാം മാറ്റിവെച്ച് ഭഗവാനെ കാണുവാൻ വേണ്ടി ഓടിപ്പോകുന്നു. പിന്നീട് നമ്മളിപ്പോൾ കാണുന്നു, അവിടെ നാടകക്കാരും പല ആർട്ടിസ്റ്റുകളും ഡാൻസേഴ്സും അതേപോലെ പാടുന്നവരും ഡാൻസ് കളിക്കുന്നവരും അങ്ങനെയുള്ള ഒരുപാട് പല പണ്ഡിതരും, അങ്ങനെ എല്ലാ മേഖലകളിലുള്ള ആളുകളും എല്ലാവരും അവരിൽ എന്തിലാണോ എക്സ്പേർട്ട്, എന്ത് കഴിവുകളാണ് അവർക്കുള്ളത്, അത് ഉപയോഗിച്ച് അവര് പല രീതിയിലുള്ള കാര്യങ്ങൾ, പരിപാടികളൊക്കെ അവിടെ ചെയ്യുന്നു. ഭഗവാനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ആ സന്തോഷം ആണ് അവര്. ഡാൻസ് കളിക്കുന്നവര് ഡാൻസ് കളിക്കാൻ അറിയുന്നവര് ഡാൻസ് കളിക്കുന്നു, അറിയുന്നവര് പാടുന്നു, അതേപോലെ നാടകം നടക്കുന്നു, പല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ സ്വീകരിക്കുന്നതാണ് കാണുന്നത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, പുരാണങ്ങളിലും മുമ്പുള്ള കാലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം, ഇങ്ങനെയുള്ളതെല്ലാം ചെയ്യുമായിരുന്നു. ഡ്രാമകള്, നാടകങ്ങളും ഡാൻസുകളും ഇതെല്ലാം നടക്കുമായിരുന്നു. എന്നാൽ ഇതെല്ലാം പുരാണങ്ങളെ സംബന്ധിച്ചുള്ളതായിരിക്കും. പുരാണങ്ങളോ ഇതിഹാസങ്ങളിൽ നിന്നോ, രാമായണം, മഹാഭാരതം, അതേപോലുള്ള പുരാണങ്ങളിൽ നിന്നുള്ള ഭാഗവതം, അങ്ങനെയുള്ള പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നുള്ള കഥകളെല്ലാം, ലീലകളും, ഭഗവാന്റെ ലീലകളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഉള്ള നാടകങ്ങളും അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഡാൻസുകളും എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരു കാലം വരെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ല. ഇന്നത്തെ കാലത്തെ പോലെ സിനിമയും, അതായത് ഭഗവാനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത്. ഇന്ന് നാടകത്തിനൊന്നും പ്രസക്തിയില്ല. ഇനി നാടകം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്നാൽ പണ്ടത്തെ കാലത്ത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെ സ്റ്റേജ് പെർഫോമൻസ് ആണോ അതെല്ലാം എന്തെങ്കിലും സനാതന ധർമ്മമായിട്ട് ബന്ധമുള്ളതായിരിക്കും. അങ്ങനെയായിരുന്നു ഒരു സമയം വരെ. ഇന്നത്തെ കാലത്ത് അതെല്ലാം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കാര്യം അങ്ങനെയുള്ള ഡ്രാമകളും അങ്ങനെയുള്ള ഡാൻസുകളും ഒക്കെ നമ്മളെ ഭഗവാനെ കുറിച്ച് ഭഗവാന്റെ ലീലകളെ ഓർമ്മിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു പടി മുന്നോട്ട് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇന്നത്തെ കാലത്തുള്ള കാര്യങ്ങൾ നമുക്ക് അത് പ്രതികൂലമായിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഭഗവാനിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളാണെല്ലാം. ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഡിസ്റ്റർബൻസസ് മാത്രമേ ഉള്ളൂ. നിർഭാഗ്യവശാൽ അത് മാത്രമേ ഉള്ളൂ. ഇതേപോലെ സത്സംഗങ്ങളും അല്ലെങ്കിൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള കുറച്ച് ഭക്തരൊക്കെ കൂടി വരുന്ന
ആ സത്സംഗങ്ങൾ എത്രയുണ്ട്? വളരെ കയ്യിലെണ്ണാവുന്നതേ ഉള്ളൂ. അതിനും കൂടുതൽ ആളുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടിവിയുടെ പുറകിലും സിനിമയുടെ പുറകിലും സീരിയലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് കാര്യങ്ങളിൽ മുഴുകി ഇരിക്കുന്നു. എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് അറിയുന്നില്ല. ഇതേ സമയത്ത് ഇപ്പോൾ അവിടെ നാട്ടിൽ ഇപ്പോൾ സമയം 8:30 8:30 മുതൽ 9:30 വരെ സിനിമ കാണാം, സീരിയൽ കാണാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. എന്നാൽ അതെല്ലാം മാറ്റിവെച്ച് ഭാഗവതം പഠിക്കാൻ വേണ്ടി വരുമ്പോൾ അത് ചെറിയൊരു കാര്യമല്ല. ഭഗവാന്റെ മഹാകൃപയാണ്. എത്രയോ ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ള അവസരമാണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് ഇനിയൊന്നും നമുക്ക് നേടാനില്ല. ഭഗവാന്റെ മഹാകൃപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അവസരങ്ങൾ പാഴാക്കാതെ പോവുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം. ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രഭുപാദ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മളും ചർച്ചയിൽ പറയുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതാണ് ചെയ്യേണ്ടത്. ആ കാര്യം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും ഭഗവത് സേവനങ്ങൾ ചെയ്യുവാനും ശാശ്വതമായിട്ട് ചെയ്യുവാനുള്ള ഒരു അവസരമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ മുമ്പിൽ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു. വാതിൽ നമ്മൾ കൊട്ടി അടയ്ക്കാതെ ആ വാതിൽ തുറന്ന് ഭഗവാന്റെ കൃപ വാതിൽക്കൽ നിൽക്കുന്നു. വാതിൽ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മഹാകൃപ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഓരോ ജീവജാലങ്ങളും ഓരോ മനുഷ്യരും അറ്റ്ലീസ്റ്റ് ജീവജാലങ്ങളെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഇതേപോലുള്ള വികസിച്ചിട്ടുള്ള ബുദ്ധിയും വിവേക ബുദ്ധിയും ഒന്നും ഇല്ല. എന്നാൽ മനുഷ്യർക്ക് അതുണ്ട്. അതുകൊണ്ട് അത് പാഴാക്കാതെ സമയം കളയാൻ ഇല്ല നമ്മുടെ കയ്യിൽ. മറ്റുള്ള ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റുന്ന, ഭഗവാനിൽ നമ്മൾ മറന്നു പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകിൽ പോകുമ്പോൾ മറപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും നമുക്ക് വേണ്ട. കാര്യം എന്തുകൊണ്ട്? അതാണ് കൂടുതൽ. നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ഇതിനെക്കുറിച്ചോ. ഇങ്ങനെ ഒരു അപകടം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഒരുപക്ഷെ നമ്മളിരിക്കുന്ന വീട്ടിൽ തന്നെ നടക്കുന്നുണ്ടാവും പല കാര്യങ്ങളും. ചിലപ്പോൾ നമ്മൾ മാത്രം ഒരു റൂമിലിരുന്ന് ഭാഗവതം കേൾക്കുന്നു, പഠിക്കുന്നു. ആ സമയത്ത് അവിടെ TV നടക്കുന്നുണ്ടാവും, മറ്റുള്ള റൂമിൽ അല്ലെങ്കിൽ സിനിമയുണ്ടാവും, പലതും നടക്കുന്നുണ്ടാവും. എന്ത് ചെയ്യാനാണ്? അങ്ങനെയാണ് അവസ്ഥ. അപ്പൊ പുറമേ പിന്നെ പുറത്ത് പോകേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ എങ്ങനെയാണെങ്കിൽ, അല്ലെ? ഡിസ്റ്റർബൻസ് ഒരുപാടുണ്ട് നമ്മളെ സംബന്ധിച്ച്. അതെല്ലാം മാറ്റിവെക്കുക. അതൊരു ശരിക്കും ഒരു ഡിസ്റ്റർബൻസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു നമ്മുടെ ചുറ്റും ഒരു വലയം നമ്മൾ കൊണ്ടുവരണം എപ്പോഴും. അതിന്റെ അർത്ഥം വീട്ടിലുള്ളവരെ ബുദ്ധിമുട്ടിച്ച് അവരുമായിട്ട് അടികൂടി നമ്മൾ ഇത് ചെയ്യുന്നു എന്നുള്ളതല്ല. അടികൂടി കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. നമ്മളെല്ലാം ഒരു മയത്തിൽ നിന്നുകൊണ്ട് അവിടെയുള്ള കാര്യങ്ങളും ചെയ്തു കൊടുത്ത്, എന്നാൽ നമ്മുടെ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ട് ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. ഇല്ലെങ്കിൽ വീട്ടിലെ ആ ഒരു സമാധാനവും ശാന്തിയും നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല. അപ്പോൾ കാര്യം ഒരു എക്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ളവരുടെ കാര്യം നോക്കാതെ, വീട്ടിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ നമ്മൾ ഭാഗവതത്തിന്റെ പേരിലും അല്ലെങ്കിൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ സത്സംഗം ഉണ്ടോ എന്ന് പറഞ്ഞിട്ടോ വീട്ടിൽ നിന്ന് പോകുന്നു, അല്ലെങ്കിൽ മാറി നിൽക്കുന്നു, അവിടെയുള്ള റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്നില്ല, കുട്ടികളുടെ കാര്യം നോക്കുന്നില്ല, ഭാര്യ ഭർത്താവിന്റെ കാര്യം നോക്കുന്നില്ല, ഭർത്താവ് ഭാര്യയുടെ കാര്യം നോക്കുന്നില്ല, കുട്ടികളുടെ കാര്യം നോക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ആ ഒരു ഫ്രിക്ഷൻ വരും. അവിടെ സമാധാനം ശാന്തിയും നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ അതൊരു ഭഗവത് സേവനമാവില്ല അവിടെ തൽക്കാലം. കാര്യം നമ്മളിപ്പോൾ ആരും ഗോപികമാരെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരല്ല. ഗോപികമാരെ എല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോയി എന്നുള്ളത് അറിയാം. അതുപോലെ നമുക്ക് ചെയ്യാനുള്ള മെച്യൂരിറ്റി ആയിട്ടില്ല. അവിടെ പിന്നെ നോക്കണം. അവരെല്ലാവരും ഓൾറെഡി ഭഗവാന്റെ ആളുകളാണ് എല്ലാവരും. അവിടുത്തെ അവസ്ഥ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ഭഗവത് സേവനങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഒരു സമയമാവുമ്പോൾ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം മാറ്റിവെച്ച് ഭഗവത് സേവനങ്ങൾ മാത്രം ചെയ്യാനുള്ള ഒരു അവസരം ഭഗവാൻ തരും. എന്നാൽ അത് ആദ്യം തന്നെ ഇമ്മച്വർ ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടുക എന്നുള്ളതല്ല, മറിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയി അതിന്റെ കൂട്ടത്തിൽ ഇത് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഭഗവാന് നമ്മുടെ ആത്മാർത്ഥത മനസ്സിലാവുമ്പോൾ പിന്നീട് ഭഗവാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കൊള്ളും. കാര്യം അങ്ങനെ ഒരു കുടുംബജീവിതവും തന്നിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ്.
അപ്പൊ അത് നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ അത് വേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, അതിൽ നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെ ബെസ്റ്റ് എത്രയും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. എത്ര മോശമായിട്ടുള്ള അവസ്ഥയാണെങ്കിലും ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ എനിക്ക് ചെയ്യാൻ സാധിക്കും. ഭഗവാൻ പറയുന്ന പോലെ, പ്രഭുപാദ് എപ്പോഴും പറയുന്ന പോലെ, ബെസ്റ്റ് യൂസ് ഓഫ് ദി ബാഡ് ബാർഗെയിൻ എന്ന് അദ്ദേഹം ഇടയ്ക്ക് പറയും. അതായത് ഈ മനുഷ്യ ശരീരം കെട്ടുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു ബാർഗെയിൻ ആയിരുന്നില്ല. നമ്മൾ ഭഗവാൻ, അതായത് നമ്മളെ എങ്ങനെയോ അതായത് ഈ മനുഷ്യ ശരീരം അത്ര നമ്മൾ ഭഗവാന്റെ കൂടെ ഇരിക്കുന്നതിന് പകരം ഇവിടെ ആ ഭൗതിക ലോകത്തിൽ ഇരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആ ഒരു അവസ്ഥ അത്ര നല്ലൊരു ബുദ്ധിയുള്ള കാര്യമല്ല. എന്നാലും എങ്ങനെയോ നമ്മൾ ഇവിടെ എത്തി, ഇനി ഇവിടെ ഇരുന്നു കൊണ്ട് നല്ലത് ചെയ്യുക. ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും നന്നായി എന്ത് ചെയ്യാൻ സാധിക്കും അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത്. 21 ഭഗവാംസ്തത്ര ബന്ധൂനാം പൗരാണാം അനുവർത്തിനാം യഥാവിധി ഉപസംഗമ്യ സർവേഷാം ആനമാധവേ. വായിക്കട്ടെ പ്രഭു? ഹരേ കൃഷ്ണ, വായിക്കട്ടെ. വായിക്കും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. ഭഗവാൻസ്തത്ര ബന്ധൂനാം പൗരാണാമനുവർത്തിനാം യഥാ വിദ്യുപ്രസംഗമ്യ സർവേഷാം മനമാദദേ. വിവർത്തനം ശ്രീല പ്രഭുപാദ് വിജയ്. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ മിത്രങ്ങളെയും പ്രജകളെയും ബന്ധുക്കളെയും പൗരന്മാരെയും അദ്ദേഹത്തെ സ്വീകരിക്കുവാനും സ്വാഗതം ചെയ്യുവാനുമായി എത്തിച്ചേർന്ന മറ്റെല്ലാവരെയും സമീപിക്കുകയും ഓരോരുത്തർക്കും ഉചിതമായ വണ്ണം ബഹുമാനാദരങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഭഗവാൻ കൃഷ്ണൻ തിരിച്ച് ഇവിടെ അദ്ദേഹത്തെ കാണാൻ ഒരുപാട് ആളുകൾ വന്നിരിക്കുന്നു. തിരിച്ച് അദ്ദേഹം എല്ലാവരെയും ബഹുമാനിക്കുന്നു. എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള അവരോട് അവരുടെ പ്രായവും അവരുടെ സ്ഥിതിയും നോക്കിക്കൊണ്ട് വേണ്ട രീതിയിൽ ഭഗവാൻ അവർക്ക് തിരിച്ച് ആ ബഹുമാനം കൊടുക്കുന്നു, ആദരിക്കുന്നു എല്ലാവരെയും. ഇത് നമ്മൾ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും ഭാഗവതത്തിൽ. ഭഗവാന്റെ ആ ഡീലിങ്സ്, മറ്റുള്ളവരുമായിട്ടുള്ള ഡീലിങ്സ് എപ്പോഴും എങ്ങനെയാണെന്നുള്ളത്. യുധിഷ്ഠിര മഹാരാജാവിന്റെ കാലത്ത് ആ ഒരു സെക്ഷനിൽ നമ്മൾ കണ്ടു യുധിഷ്ഠിര മഹാരാജനോട് ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതും, അർജുനനോട് എങ്ങനെയാണ്, സഹദേവനോടും നകുലനോടും എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അല്ലെ. പ്രായം അനുസരിച്ചു വേണ്ട ബഹുമാനം എങ്ങനെ കൊടുക്കണം, എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് വളരെ, അതായത് എന്താണോ ശാസ്ത്രങ്ങളിൽ പറയുന്നത് അത് തന്നെ ഭഗവാൻ ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു ഉദാഹരണമായി കാണിച്ചു തരാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നു ബന്ധുജനങ്ങളോടും സുഹൃത്തുക്കളോടും അവിടെയുള്ള പ്രജകളോടുമല്ല അദ്ദേഹം തിരിച്ച് ബഹുമാനം കൊടുക്കുന്നു, അവരെ ആദരിക്കുന്നു. പ്രഭുപാദി ഭാവാർത്ഥത്തിലും അത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം എങ്ങനെയാണോ, എന്താണ് യഥാവിധി, അതാണ് ശ്ലോകത്തിലും പറയുന്നത്. യഥാവിധി എങ്ങനെയാണോ ചെയ്യേണ്ടത് അതനുസരിച്ച് അദ്ദേഹം ചെയ്തു എന്നാണ് പറയുന്നത്. അതിമനോഹരം. പിന്നീട് പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു എങ്ങനെയാണോ അത് ആത്മീയ പുരോഗതിക്ക് സഹായിക്കുന്ന രീതിയിൽ ഓരോരുത്തരുടെ, അതും പറയുന്നു. എല്ലാവർക്കും അദ്ദേഹം വേണ്ട കാര്യങ്ങൾ തിരിച്ചു ചെയ്യുന്നു. അതേപോലെ തന്നെ അവരുടെ ആത്മീയ പുരോഗതിക്ക് സഹായിക്കുന്ന രീതിയിൽ ഉള്ള ആ ഒരു റെസിപ്രൊക്കേഷൻ ആണ് ഭഗവാന്റെ ഭാഗത്തു നിന്നുള്ളത്. അതാണ് ഇതിലെ പ്രത്യേകത. ഭഗവാന്റെ മഹാകൃപ. അദ്ദേഹം ഇങ്ങോട്ട് തിരിച്ച് സേവിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കൃപയാണ്. ആക്ച്വലി ആരാണോ ആ സേവനം റിസീവ് ചെയ്യാനുള്ള യോഗ്യതയുള്ളത് അവർക്കാണത് കിട്ടുന്നത്. അത് ഒരുപാട് നമ്മളെ ആത്മീയ തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും, പുരോഗതി ഉണ്ടാവുന്നു. അതൊരു ബൂസ്റ്റ് പോലെയാണ്, പെട്ടെന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഭഗവാന്റെ കൃപാപാത്രമായി മാറിക്കഴിഞ്ഞാൽ. ശ്ലോകം 22. ഓക്കെ, അപ്പൊ ഇനിയുള്ള ശ്ലോകങ്ങൾ നോക്കൂ. ഇന്നലെ വായിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മുന്നോട്ട് വരാം. പ്രഹ്വാഭിവാദനാശ്ലേഷ കരസ്പർശ സ്മിതേക്ഷണൈ ആശ്വാസ്യാചാശ്വപാകേഭ്യോ വരൈശ്ചാഭിമതേർവിഭോ.
ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭുജി? ഓക്കെ, വായിക്കൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 22. പ്രഹ്വാഭിവാദനാശ്ലേഷ കരസ്പർശസ്മിതേക്ഷണൈഃ ആശ്വാസ്യ ചാശ്വപാകേഭ്യോ വരൈച്ഛാഭിമതൈർവിഭുഃ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. സർവശക്തനായ ഭഗവാൻ അവിടെ സന്നിഹിതരായിരുന്ന ഏവരെയും തന്റെ ശിരസ്സ് നമിച്ച് വണങ്ങുകയും ആശംസകൾ അന്യോന്യം കൈമാറിയും ആശ്ലേഷിച്ചും ഹസ്തദാനം ചെയ്തും വീക്ഷിച്ചും മന്ദഹസിച്ചുകൊണ്ടും വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടും ആശീർവാദങ്ങൾ സമ്മാനിച്ചുകൊണ്ടും നീചകുലത്തിൽ ജനിച്ചവരെ പോലും ഉപചാരപൂർവ്വം സ്വീകരിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ അതിന്റെ തുടർച്ചയാണ്. ഭഗവാൻ എല്ലാവരുടെ മുമ്പിൽ തലകുനിക്കുന്നു, അതായത് ബഹുമാനിക്കുന്നു എല്ലാവരെയും വേണ്ട രീതിയിൽ. യഥാവിധി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നു. ചിലവരെ ആലിംഗനം ചെയ്യുന്നുണ്ട്, ചിലവർക്ക് കൈ കൊടുക്കുന്നുണ്ട്, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, ചിലവരെ കണ്ട് ചിരിക്കുന്നു, കൈകൂപ്പി അവരോട് അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. പിന്നെ ചിലവർക്ക് ചിലവരെ അനുഗ്രഹിക്കുന്നു. പറയുന്നു, ചണ്ടാലന്മാരെ പോലും, അതായത് ഏറ്റവും താഴെയുള്ള കുലങ്ങളിലുള്ള ആളുകളെ പോലും ഭഗവാൻ യഥാവിധി എങ്ങനെയാണോ അവരെ ബഹുമാനിക്കേണ്ടത്, എങ്ങനെയാണോ അവരോട് റെസിപ്രോക്കേറ്റ് ചെയ്യേണ്ടത്, അതനുസരിച്ച് ഭഗവാൻ ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, 23 വായിക്കാം. അപ്പോൾ ഇനി അടുത്ത 23 രജനി മാതാജി, 24 അജിത് കുമാർ പ്രഭു, 25 യമുന മാതാജി. സ്വയം ച ഗുരുഭിർവിപ്രൈ സദാരൈ സ്ഥാവിരൈരപി ആശീർഭിർയുജ്യമാനോന്യേർ വന്ദിഭിശ്ചാവിശത്പുരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 23. സ്വയം ച ഗുരുഭിർവിപ്രൈ സദാരൈസ്തവിരൈരപി ആശീർഭിര്യുജ്യമാനോ നൈ വന്ദിഭിശ്ചാവിശത്പുരം. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ഹരേ കൃഷ്ണ. വിവർത്തനം. അനന്തരം ഭഗവാൻ സ്വയം മുതിർന്ന ബന്ധുജനങ്ങളുടെയും പത്നി സമേതനായ പരീക്ഷീണിതനായ വൃദ്ധ ബ്രാഹ്മണരെയും അകമ്പടിയോടെ നഗരത്തിൽ പ്രവേശിച്ചു. അവരെല്ലാവരും ആശീർവാദങ്ങൾ ചൊരിയുകയും ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരും ഭഗവാന്റെ മാഹാത്മ്യങ്ങളെ പ്രകീർത്തിച്ചു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഇവിടെ പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ നഗരത്തിലേക്ക്, ദ്വാരകപുരിയിലേക്ക് വരുന്ന കാഴ്ചയാണ്. അദ്ദേഹം അകത്തോട്ട് വരുന്നു, കയറുന്നു. കൂട്ടത്തിൽ അപ്പൊ എല്ലാവരും ഓൾറെഡി അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി പുറത്തു വന്നു. അദ്ദേഹം നഗരത്തിൽ പ്രവേശിക്കുന്ന ആ കവാടത്തിൽ എത്തുമ്പോഴേക്കും എല്ലാവരും ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഭഗവാനെ സ്വീകരിക്കുവാൻ. അപ്പോൾ ഭഗവാൻ തിരിച്ചെല്ലാവർക്കും വേണ്ട യഥാവിധി അവരെ ബഹുമാനിക്കുന്നു. ഇപ്പോൾ ഇനി അദ്ദേഹം അകത്തോട്ട് കയറുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ മുതിർന്ന അദ്ദേഹത്തിന്റെ ബന്ധുജനങ്ങളും പിന്നെ ഒരുപാട് ബ്രാഹ്മണരും ബ്രാഹ്മണരുടെ ഭാര്യമാരും ഉണ്ട് എന്ന് പറയുന്നു. ഈ ബ്രാഹ്മണര് ഒക്കെ പ്രായമായിട്ടുള്ള കുറെ ബ്രാഹ്മണന്മാരാണ്. അവരും അവരുടെ പത്നിമാരും ഒക്കെ ഉണ്ട്. ഇവരെല്ലാവരും ഭഗവാനെ അനുഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ അവർ ഭഗവാനെ സ്തുതിക്കുന്നു. അതാണ് നമ്മൾ യുധിഷ്ഠിര മഹാരാജാവിന്റെ കാര്യം നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട്. യുധിഷ്ഠിര മഹാരാജാവും ഭഗവാനെ തലയിൽ കൈയൊക്കെ വെക്കും, അനുഗ്രഹം കൊടുക്കും. അനുഗ്രഹം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സ്വന്തം അനുജനെ പോലെയാണ് കാണുന്നത്. ഇവിടെയും മുതിർന്നവരൊക്കെ ഭഗവാനെ മകനായിട്ട് കാണുന്നവരുണ്ട്, സഹോദരനായിട്ട് കാണുന്നവരും ഉണ്ടാവും. അപ്പോൾ ആ ഒരു വാത്സല്യഭാവവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അവര് അനുഗ്രഹിക്കുന്നത് പോലെയും അല്ലെങ്കിൽ ഭഗവാനെ സ്തുതിക്കുകയൊക്കെ ചെയ്യുന്നത്. സ്തുതി പിന്നെ ദാസ്യഭാവത്തിലുള്ളവരും ചെയ്യും. എന്നാൽ വാത്സല്യഭാവവും ഉള്ളവർക്കാണ് അനുഗ്രഹിക്കാനുള്ള. അപ്പോൾ യശോദ റാണി അനുഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ദേവകി റാണി ഭഗവാനെ അനുഗ്രഹിക്കുന്നു, വസുദേവര് അനുഗ്രഹിക്കുന്നു. ആക്ച്വലി ഭഗവാൻ അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹം നമുക്കാണ് വേണ്ടത്. എന്നാൽ ഭക്തർ ഭഗവാനെ അനുഗ്രഹിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കാര്യം അതാണ് ഭഗവാനും ഭക്തരും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം. 24 രാജമാർഗം ഗതേ കൃഷ്ണേ ദ്വാരകായാ കുലസ്ത്രിയഃ ഹർമ്യാണി ആരുഹുർ വിപ്ര തദ് ഈക്ഷണ മഹോത്സവാഃ.
ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രാജമാർഗം ഗതേ കൃഷ്ണേ ദ്വാരകായാകുലസ്ത്രിയാ കർമാണ്യാരുരുഹുർവിപ്ര തദീക്ഷണ മഹോത്സവ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീകൃഷ്ണ ഭഗവാൻ രാജവീതിയിലൂടെ കടന്നുപോയപ്പോൾ ദ്വാരകയിലെ ആദരണീയരായ കുലസ്ത്രീകളെല്ലാം അവിടുത്തെ ഒരു നോക്കു കാണാനായി അവരുടെ കൊട്ടാരങ്ങളുടെ മട്ടുപ്പാവിൽ കയറി നിന്നു. അവർ ഇതിനെ ഏറ്റവും വലിയ മഹോത്സവമായി കണക്കാക്കി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഹസ്തിനാപുരത്തിലെ സ്ത്രീകൾ ഭഗവാൻ അവിടെ നിന്ന് യാത്രയാവുന്ന സമയത്തും ഇതേപോലെ നമ്മൾ കണ്ടു. അവരും കൊട്ടാരങ്ങളുടെ മുകളിലെല്ലാം ടെറസിലെല്ലാം പോയി ഭഗവാനെ നോക്കുന്നു, അവിടെ നിന്ന് പുഷ്പങ്ങൾ സമർപ്പിക്കുന്നു. ഇവിടെയും അതേപോലെ തന്നെ അദ്ദേഹം ദ്വാരകയിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് ദ്വാരകയിലുള്ള സ്ത്രീജനങ്ങൾ എല്ലാവരും വീടിന്റെ അല്ലെങ്കിൽ കൊട്ടാരത്തിന്റെ മുകളിൽ കയറി ഭഗവാനെ കാണുന്നു. ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ടാണ് അവര് അവിടെ കയറി നിൽക്കുന്നത്. അങ്ങനെ ഭഗവാനെ കാണുന്നു. ഇവിടെ പറയുന്നു അതായത് ഭഗവാനെ കാണുക എന്ന് പറയുന്നത് അവർക്ക് ഓരോരുത്തർക്കും തത് ഈക്ഷണ മഹോത്സവ. അതായത് ഭഗവാനെ കാണുക എന്ന് പറയുന്നത് അവരുടെ കണ്ണുകൾക്ക് ഉള്ള മഹോത്സവമാണ്, ഉത്സവമാണ് എന്ന് പറയുന്നു. ചെറിയ ഉത്സവമല്ല, മഹാ ഉത്സവം. നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. ഭഗവാന്റെ ഒരു ദർശനം കിട്ടുക എന്ന് പറയുന്നത് കണ്ണുകൾക്കുള്ള ഏറ്റവും വലിയ ഉത്സവം തന്നെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാന്റെ ആ ശ്രീ രൂപത്തെ, ആ അദ്ദേഹത്തിന്റെ അതിമനോഹരമായിട്ടുള്ള അതീന്ദ്രിയ രൂപത്തെ നമുക്ക് രൂപം കാണുക എന്ന് പറയുന്നത് കണ്ണുകൾക്കുള്ള നേത്ര അഞ്ജനമാണ്. അതുകൊണ്ടാണ് പറയുന്നത് നാമാനി പ്രണയേന തേ സുകൃതിനാം തൻവന്തി തുണ്ടോത്സവം ധാമാനി പ്രതയന്തി ഹന്ത ജലദാ ശ്യാമാനി നേത്രാഞ്ജനം സാമാനി ശ്രുതി സസ്കുലേ മുരളികാ ജാതാനലങ്കുർവതേ കാമാ നിവൃത ചേതസാം ഇഹ വിഭോ നാശാപി നാശോഭതേ. പദ്യാവലിയിൽ ഋഷില രൂപഗോസ്വാമി പറയുന്നു, നാമാനി പ്രണയേണ തേ സുഹൃതിനാം തൺവന്തി തുണ്ടോത്സവം. ഭഗവാന്റെ തിരുനാമങ്ങൾ ചൊല്ലുക. ഭഗവാന്റെ നാമം ചൊല്ലുമ്പോൾ അത് നാവിന്റെ ഉത്സവമാണ്. ഇവിടെ ദ്വാരകവാസികൾക്ക് ഭഗവാനെ കാണുമ്പോൾ അത് കണ്ണുകളുടെ ഉത്സവം, മഹോത്സവമാണ്. ഈ ശ്ലോകത്തിൽ പറയുന്നത് നാമം ചൊല്ലുമ്പോൾ നാമം തുണ്ട ഉത്സവം. തുണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവിന്റെ ഉത്സവമാണ്. കാര്യം ഭഗവാനെ സ്തുതിക്കുമ്പോൾ, ഭഗവാനെ നാമം ചൊല്ലുമ്പോൾ നാവിനെ സംബന്ധിച്ച് അതിനും വലിയൊരു സംഭവമില്ല. അതേപോലെ ധാമാനി പ്രതയന്തി ഹന്തജലത ശ്യാമാനി നേത്രാഞ്ജനം. ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ശ്രീ രൂപം നമ്മൾ കാണുമ്പോൾ കണ്ണുകൾക്ക് നേത്ര അഞ്ജനമാണ്. നേത്രങ്ങൾക്കുള്ള അഞ്ജനവും ഉത്സവവും ഒക്കെ ഒരേ ഒരു അർത്ഥം തന്നെ വരുന്നു. സാമാനി ശ്രുതി സസ്കുലി മുരളിക ജാത്താൻ അലങ്കുർവതേ. ചെവികൾക്കുള്ള ഉത്സവം എന്താണ്? ഭഗവാന്റെ വേണുനാദം, അല്ലെങ്കിൽ ഭഗവാന്റെ മുരളി നാദം, വേണുനാദം, വേണുഗീതം അല്ലെങ്കിൽ വേണുനാദത്തിലൂടെ അത് ചെവികൾക്കുള്ള ഏറ്റവും വലിയ അലങ്കാരമാണ്. ചെവികളുടെ അലങ്കാരം. അലങ്കുർവത്തെ കാമ നിവൃത ചേതസാം ഇഹ വിഭോ നാശാപി നാശോപതേ. ഓ നിർഭാഗ്യവശാൽ എനിക്ക് അതായത് കാമ നിവൃത്ത ഒരുപാട് ഭൗതികമായിട്ടുള്ള അതായത് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്ക് ഇതിനോടൊന്നും, എന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഇതൊന്നും അനുഭവിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ഭാവത്തിലുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ അവസ്ഥയും അതാണ്. അമ്പലത്തിൽ പോയി നമ്മൾ ഭഗവാന്റെ ശ്രീമൂർത്തി വിഗ്രഹത്തെ കാണുമ്പോൾ അത് നേത്രാഞ്ജനമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അത് മഹാ ഉത്സവമായിട്ട് എത്ര പേർക്ക് തോന്നുന്നുണ്ട് ഉള്ളിൽ? ശരിക്കും ആ സമയത്ത് നമ്മൾ പറയും ഭംഗിയുണ്ടെന്നൊക്കെ പറയും. പക്ഷെ ആ ഭംഗിയുണ്ടെന്ന് നമ്മൾ പറയുന്നതും കണ്ണുകളുടെ ഒരു സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ പോലെയാണ്. ഇപ്പോൾ നമ്മൾ ഭംഗിയുള്ള ഒരാളെ കാണുമ്പോഴും ഭംഗിയുള്ള ഒരു ഡ്രസ്സ് കാണുമ്പോഴും ചിലപ്പോൾ നമ്മൾ പറയും അല്ലെ? അപ്പോൾ സ്ത്രീകൾ മാത്രമല്ല പറയുന്നത്, നല്ല സാരി കാണുമ്പോൾ ഇത്ര ഭംഗിയുള്ള സാരിയാണെന്ന് പറയും. അതേപോലെ പുരുഷന്മാരും അതേപോലെ എന്തെങ്കിലും കാണുമ്പോൾ ചിലപ്പോൾ സ്ത്രീകളെ കാണുമ്പോഴായിരിക്കും ഭംഗിയുള്ള സ്ത്രീ എന്ന് പറയുന്നത്. എല്ലാത്തിനെയും ഭംഗിയുള്ളത് കാണുമ്പോൾ എല്ലാത്തിനെയും
ആകർഷിപ്പിക്കും കണ്ണുകൾ. ആ ആകർഷണവും ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്ന എന്തൊരു ഭംഗിയാണ് ഡ്രസ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്, ഭഗവാന്റെ ശൃംഗാരം എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. കാര്യം ഇതേ കണ്ണുകൾ വേറെ ഭംഗിയുള്ളത് കാണുമ്പോഴും അതേ കാര്യം തന്നെ പറയുന്നുണ്ട്, നല്ലതാണെന്ന് പറയുന്നു. എന്നാൽ അതല്ല മഹോത്സവം. ഇവർക്ക് പരിശുദ്ധ ഭക്തർക്ക് മറ്റുള്ളത് ഒന്നും തന്നെ ഉത്സവമല്ല, ഉത്സവം മഹോത്സവമല്ല. അവർക്ക് മറ്റുള്ളതൊന്നും ഒരു സംഭവമേ അല്ല. എന്നാൽ ഭഗവാനെ കാണുമ്പോഴാണ് ശരിക്കും അവരുടെ ഉള്ളിൽ ഹൃദയത്തിൽ ആ സന്തോഷം വരുന്നതും. അല്ലാതെ മറ്റുള്ളതിനോടും ഒന്നിനോടും ഒരു ആകർഷണം, ഭൗതിക ലോകത്തിലെ ഒന്നിനോടും ആകർഷണം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കാണ് ഇതെല്ലാം അനുഭവിക്കാൻ സാധിക്കുന്നത്. അതേപോലെ ഭഗവാന്റെ നാമം ചൊല്ലുമ്പോൾ ഭഗവാനെ സ്തുതിക്കുമ്പോൾ, ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു ഹൃദയത്തിൽ. അല്ലാതെ സിനിമയിലെ തമാശ പറയുമ്പോൾ തോന്നുന്ന സന്തോഷവുമല്ല ഇത്. ആ സന്തോഷം, ഈ ഒരു സന്തോഷം ഭക്തിയിൽ അല്ലെങ്കിൽ ആത്മാവിന് തോന്നുന്ന ഒരു ആനന്ദമാണ്. അത് വേറൊരു സംഭവമാണ്. അതാണ്. അതേപോലെ മ്യൂസിക് നമ്മൾ കേൾക്കുമ്പോൾ, നല്ല മ്യൂസിക് എല്ലാം കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആകർഷണം തോന്നും ചെവികൾക്ക്. എന്നാൽ ഭഗവാന്റെ വേണുനാദത്തോട് മാത്രം തോന്നുന്ന ആകർഷണം അത് വേറെയാണ്. ഇവിടെ ദ്വാരകാവാസികളുടെ കാര്യം, അവർ ഭഗവാനെ കാണുമ്പോൾ അവരുടെ കണ്ണുകൾക്ക് മഹോത്സവമായിട്ടാണ് ഇവിടെ പറയുന്നത്. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, അതുകൊണ്ട് ഇവിടെ പറയുന്നു ഭൗതിക ലോകത്തിലെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇന്ദ്രിയങ്ങൾ എല്ലാം ജഡേന്ദ്രിയങ്ങളായതുകൊണ്ട്, ജഡേന്ദ്രിയങ്ങൾ ജഡമായിട്ടുള്ള, അതായത് ഭൗതിക തലത്തിലുള്ളതാണ്. നമുക്ക് ഈ ജഡേന്ദ്രിയം വെച്ച് ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള രൂപത്തെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഭഗവാന്റെ മഹാകൃപ കൊണ്ട് ഭഗവാൻ ശ്രീമൂർത്തി വിഗ്രഹങ്ങളായിട്ട് അല്ലെങ്കിൽ അർച്ച വിഗ്രഹമായിട്ട് നമ്മുടെ മുമ്പിൽ അദ്ദേഹം അവതരിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അർച്ച വിഗ്രഹങ്ങൾ ഭഗവാന്റെ ഒരു അവതാരമായിട്ട് നമുക്ക് കണക്കാക്കാം. കാര്യം നമുക്ക് അതേ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ശരിയായിട്ട് പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള അമ്പലങ്ങളിൽ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും പ്രോപ്പർലി നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നുണ്ട്, വേണ്ട വിധികളെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഭഗവാൻ ഉണ്ട്, അതിന് സംശയമൊന്നുമില്ല. അത് ഭഗവാനെ ക്ഷണിക്കുമ്പോൾ ഭഗവാൻ അവിടെ വരുന്നു. അപ്പോൾ ആ അർച്ചവിഗ്രഹത്തിൽ അദ്ദേഹം ഉണ്ട്. അപ്പോൾ അർച്ചവിഗ്രഹത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. കാര്യം അർച്ചവിഗ്രഹം ഉണ്ടാക്കിയിട്ടുള്ളത് ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമുക്കത് കാണാൻ സാധിക്കുന്നു. എന്നാൽ അത് വെറും ഒരു പഞ്ചഭൂത ഒരു പ്രതിമയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ശ്രീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത്, പദ്മ്യാം ചലന്യാ പ്രതിമാ സ്വരൂപോ ബ്രഹ്മണ്യ ദേവോ ഹി ശതാഹഗമ്യം ദേശം യയോ വിപ്രകൃതേദ്ബുദേഹം തം സാക്ഷി ഗോപാലം അഹം നതോസ്മി. സാക്ഷി ഗോപാലന്റെ കഥയിൽ തുടക്കത്തിൽ അദ്ദേഹം ആദ്യത്തെ ശ്ലോകം തന്നെ പറയുന്നു, അതായത് സാക്ഷി പറയാൻ വേണ്ടി ഭഗവാൻ വിഗ്രഹം നടന്നു പോകുന്നു ബ്രാഹ്മണന്റെ പുറകിൽ. 100 ദിവസം നടക്കുന്നു, ശതാഹഗമ്യം. അതാണ്. അപ്പോൾ പ്രതിമ നഹി തുമി സാക്ഷാൽ ബ്രജേന്ദ്രനന്ദൻ. അത് വെറും പ്രതിമയല്ല, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്, സാക്ഷാൽ വൃന്ദാവൻ കൃഷ്ണൻ തന്നെയാണ്, ബ്രജേന്ദ്രനന്ദൻ തന്നെയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കുക. അതാണ്. ഓക്കെ, ശ്ലോകം. അപ്പോൾ അർച്ചവിഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പ്രഭുപാദ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അവസാന പാരഗ്രാഫിൽ ശില പ്രഭുപാദ് വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു. അവിടെയുള്ള സ്ത്രീകൾ എല്ലാവരും നഗരങ്ങളിലേക്ക് താഴെ വന്ന് ആളുകൾ, കാര്യം താഴെ മുഴുവനും ആളുകളും, ഒരുപാട് ആളുകൾ ഭഗവാനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കൂടുന്നില്ല, മറിച്ച് അവരുടെ കൊട്ടാരങ്ങളിലെ മുകളിലുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ആ ക്രൗഡിനകത്തോട്ട് വരുന്നില്ല. ശിലപ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്തൊക്കെ, ഇന്നത്തെ കാലത്ത് ഇല്ലാത്ത കൾച്ചർ. അതായത് ഫ്രീ ആയി അവിടെയും ഇവിടെയും, അതായത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ മിക്സ് ചെയ്യാനുള്ള ഒരു അവസരം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള വിധിപ്രകാരമായിരുന്നു ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത്. എവിടെയാണോ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത് അവിടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു. അങ്ങനെ ഫ്രീ ആയിട്ട് ഇടപഴകുന്ന ഒരു പ്രശ്നം വരുന്നില്ല. ഇതെല്ലാം, ഈ സംഭവങ്ങളൊക്കെ ശാസ്ത്രങ്ങളിൽ, വേദങ്ങളിൽ പറയുന്നതാണ്. ആ ഒരു വിധിയെല്ലാം ഇതിനു മുമ്പുള്ള യുഗം വരെ ഫോളോ ചെയ്തിട്ടുണ്ടാവും. ഇന്നത്തെ കാലത്ത് കുറച്ച് വർഷങ്ങൾ മുമ്പ്
ബെറ്റർ ആയിരുന്നു. ഓരോ ദിവസം കഴിയുമ്പോഴും ഇത് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും കുറച്ച് വർഷങ്ങൾ, ഇപ്പോൾ തന്നെ മോശമാണ്, കുറച്ചും കൂടെ വർഷങ്ങൾ കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്കറിയില്ല. വളരെ പരിതാപകരമായിരിക്കും. അതുകൊണ്ടാണ് വർണ്ണസങ്കരം ഉണ്ടാവുന്നത്, തോന്നിയ പോലെ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ആ ഒരു കൾച്ചർ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒന്നും പറയാനില്ല അതിനെക്കുറിച്ച്. 25 മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. നിത്യം നിരീക്ഷമാണാനാം യത് അപി ദ്വാരകൗകസാം ന വിപ്രയന്തി ഹി ദൃശഃ ശ്രീയോ ധാമാംഗമച്യുതം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിത്യം നിരീക്ഷമാണാന യത് അഭിദ്വാരകോസാം ന വിത്രപിന്തി ഹി ദൃശ്യഃ ശ്രേയോ ധാമാംഗമച്യുതം. വിവർത്തനം സീതപ്രഭാതർക്കിജ്. സർവ സൗന്ദര്യങ്ങളുടെയും കലവറയായ അപ്രമദാഗതിയായ ഭഗവാനെ സദാ ദർശിച്ച് ശീലിച്ചവരാണ് ദ്വാരകാവാസികളെങ്കിലും ഒരിക്കലും അവർക്ക് മതിയായിരുന്നില്ല. ഹരേ കൃഷ്ണ. ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള രൂപം എത്ര കണ്ടാലും മതിയാവില്ല. നിത്യം നിരീക്ഷമാനാനാം യദപി ദ്വാരകൗസകാം ന വിപ്രയന്തി ഹി ദൃശ ശ്രീയോ ധാമാംഗം അച്യുതം. ശ്രീയോ ധാമാംഗം, അതായത് എല്ലാ ശ്രീ ഐശ്വര്യങ്ങളുടെയും ധാമാണ്, അതായത് ഉറവിടമാണ് എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള രൂപത്തെയാണ് പറയുന്നത്. ആ ശ്രീ രൂപത്തെ നമ്മൾ കാണുമ്പോൾ ആർക്കാണ് ഒരു മടുപ്പ് തോന്നുന്നത്? ആർക്കും തോന്നില്ല. മാത്രമല്ല ഓരോ നിമിഷവും കാണുമ്പോൾ കൂടുതൽ കൂടുതൽ അദ്ദേഹത്തെ കാണുവാനുള്ള ആഗ്രഹമായിരിക്കും ഉള്ളിലുണ്ടാവുന്നത്. അതാണ് അതിന്റെ മഹാത്മ്യം. ഭഗവാന്റെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരെയും ആകർഷിപ്പിക്കുന്നു. മാത്രമല്ല എല്ലാവരുടെയും ഭഗവാന്റെ ആ ഒരു ദർശനം, ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള ജീവാത്മാക്കൾക്ക് ഒരു ഉണർവാണ്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, നമുക്കൊരു ഉത്തേജനമാണ്. കാര്യം ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുതായി അല്ലെങ്കിൽ വളർന്നു തുടങ്ങുന്ന ചെറിയ അല്ലെങ്കിൽ ചെടികളും അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന അവസ്ഥയാണെന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അത് വളർന്നു തുടങ്ങുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് വേണ്ട രീതിയിൽ ആവശ്യത്തിന് മഴയും വെയിലൊക്കെ വേണം. അപ്പോഴാണ് അത് വളരുന്നത് പ്രോപ്പർലി. അപ്പോൾ ഭഗവാന്റെ ശ്രീ രൂപത്തെ കാണുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള ആ ഭഗവാനോടുള്ള ആ പ്രേമം, ആ സ്നേഹം വളരുവാൻ സഹായിക്കുന്നതാണ്. ഭഗവാന്റെ ഒരു ദർശനം, ഭഗവാനെ കാണുവാൻ കിട്ടുന്ന ഒരു അവസരം, ഭഗവാന്റെ നാമം ചൊല്ലാൻ പറ്റുന്ന ഒരു അവസരം, അതായത് ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് അത്രമാത്രം ആകർഷിതമാണ്. അതായത് നമുക്കൊരു ജീവൻ കിട്ടുന്ന പോലെയാണ്. അതായത് ശ്വാസം കിട്ടാതെ, വേണ്ട ഒരു ന്യൂട്രിയൻസ് ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് വെള്ളം കിട്ടുന്നു, വേണ്ട പോഷകങ്ങൾ കിട്ടുന്നു, അപ്പോൾ നമ്മൾ എണീക്കുന്നു. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. ഭഗവാന്റെ രൂപം എന്ന് പറയുന്നതും ഭഗവാന്റെ ലീലകൾ എന്ന് പറയുന്നതും നാമ രൂപ ഗുണ ലീലകൾ ഇങ്ങനെയാണ്. അത് നമ്മുടെ എല്ലാവരുടെയും ഒരു ജീവനാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവനെ വളരുവാൻ സഹായിക്കുന്നു, ഒരു ഉത്തേജനമാണ് ഇതെല്ലാം. പ്രഭുപാദി അതിനു മുമ്പ് ഇവിടെ പറയുന്നു, യെസ്, ആർക്കും മടുപ്പ് തോന്നുന്നില്ല എന്നുള്ളത് ഭഗവാന്റെ രൂപം, അല്ലെ? ആർക്കും തോന്നില്ല, അത് അങ്ങനെയാണ്. കാര്യം ഭഗവാന്റെ രൂപം അത്ര മനോഹരമാണ്, അതിമനോഹരമായിട്ടുള്ള രൂപമാണ്. ദശമസ്കന്ധത്തിൽ 44-ാമത്തെ അധ്യായത്തിൽ ഒരു ശ്ലോകം വരുന്നുണ്ട്. ഹരേ കൃഷ്ണ, സോറി.
ഗോപ്യസ്തപാ കിമചരൻ യദമൂഷ്യ രൂപം ലാവണ്യസാരമസമൂർധമനന്യസിദ്ധം ദൃഗ്ഭി പിപന്തി അനുസവാഭി നവം ദുരാപം ഏകാന്തധാമ യശസാ ശ്രിയ ഐശ്വരസ്യ. ഗോപികമാര് എന്ത് ഇവിടെ ഇത് ദ്വാരകയിലെ രാജ്ഞിമാര് പറയുന്നതാണ്. എന്ത് തപസ്യകളാണ് ഗോപികമാര് ചെയ്തിട്ടുള്ളത്. ഗോപ്യസ്തപ കിം അചരൻ യദ് അമൂഷ്യ രൂപം ലാവണ്യസാരം അസമൂർദ്ധം അനന്യസിദ്ധം. ഗോപികമാര് ഇത് രാജ്ഞിമാര് പറയുന്നു ദ്വാരകയിലെ, ഇവിടെ വരുന്നതല്ല, ദശമസ്കന്ധത്തിൽ വരുന്നതാണ്. അവര് ഗോപികമാരുടെ മഹാസൗഭാഗ്യത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് പറയുന്നതാണ്. എന്ത് തപസ്യകളാണ് അവർ ചെയ്തിട്ടുള്ളത് ഗോപികമാര്. കാര്യം അവരുടെ ആ നേത്രങ്ങൾ, കണ്ണുകൾ ഉപയോഗിച്ച് അവർക്ക് ഭഗവാൻ കൃഷ്ണന്റെ ആ സ്വരൂപത്തെ മനോഹരമായിട്ടുള്ള ലാവണ്യ സാരം അസമൂർധ അനന്യസിദ്ധം, അദ്ദേഹത്തിന്റെ അമൂഷ്യ രൂപം, മനോഹരമായിട്ടുള്ള രൂപത്തെ, ഭഗവാന്റെ ആ ഒരു രൂപം കാണുവാൻ, രൂപത്തെ ഇവിടെ പറയുന്നത് അമൃതായിട്ടാണ്. അമൃത് പോലുള്ള അത്രയും മനോഹരമായിട്ടുള്ള രൂപത്തെ അവർക്ക് കാണുവാൻ, ഉടനീളം കണ്ടുകൊണ്ടിരിക്കുവാനും ഭഗവാന്റെ കൂടെ ഡാൻസ് രാസലീലയിൽ പങ്കെടുക്കാനൊക്കെ അവർക്ക് സാധിച്ചു. ഇതെല്ലാം അവർക്ക് എങ്ങനെ സാധിച്ചു? എന്ത് തപസ്യാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ദൃഗ്ഭി പിബന്തി അനുസവാഭി നവം ദുരാപം ഏകാന്തധാമ യശസ ശ്രീയ ഐശ്വര്യസ്യ. ഭഗവാന്റെ ആ സ്വരൂപം എന്ന് പറയുന്നത്, അതായത് എല്ലാ ഐശ്വര്യങ്ങളും, ഷഡ് ഐശ്വര്യങ്ങളും മുഴുവനുമായിട്ടുമുള്ള ഒരു രൂപമാണ് ഭഗവാന്റെ. അതിലൊന്നും പറയാനില്ല. എല്ലാ ഭംഗിയും, എല്ലാ കീർത്തിയും ഐശ്വര്യവും എല്ലാം ഒരുമിച്ച് വന്നിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള രൂപമാണ് ഭഗവാന്റെ. അപ്പോൾ ഈ ഒരു രൂപം എപ്പോഴും പുതിയ രൂപം പോലെയാണ്. നവം അനുസവാഭി നവം ദുരാപം. ഓരോ പ്രാവശ്യം ഭഗവാനെ കാണുമ്പോൾ, ഭഗവാന്റെ രൂപത്തെ കാണുമ്പോൾ പുതുതായിട്ട് തോന്നുന്നു, അല്ലാതെ ബോറടിക്കില്ല എന്ന്. അതാണ് പറയുന്നത്. അതായത് എപ്പോഴും ഫ്രഷ് ആയി തോന്നുന്നു, പുതിയതായിട്ട്. ഓരോ പ്രാവശ്യം കാണുമ്പോഴും നമുക്ക് കൂടുതൽ ആകർഷണം തോന്നുന്നു. സാധാരണഗതിയില് നമ്മൾ കണ്ട് സാധാരണ മടുപ്പ് തോന്നും. ഇതങ്ങനെയാണ്. ഞാനൊരു ഭൗതികമായിട്ടുള്ളൊരു ഉദാഹരണം പറയാം, ക്ഷമിക്കണം എല്ലാവരും. വിവാഹത്തിന് മുമ്പ് ചിലപ്പോൾ പുരുഷന് സ്ത്രീക്കും, സ്ത്രീക്ക് പുരുഷനോടുള്ള ഒരു ആകർഷണം തോന്നും, നാച്ചുറലി ഉള്ളതാണ്. അപ്പോൾ അതെല്ലാം ആ ഒരു വിവാഹത്തിന് മുമ്പുള്ള ആ ഒരു ആകർഷണവും അല്ലെങ്കിൽ ആ ഒരു സംഭവം വിവാഹത്തിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഓരോ മാസങ്ങൾ കഴിയുമ്പോഴും കുറഞ്ഞു വരുന്നത് കാണാം നമുക്ക്, അല്ലെ? പിന്നെ അത് വലിയ അട്രാക്ഷൻ ഒന്നും ആവില്ല. എന്നാൽ അതിനു മുമ്പ് ഇതൊക്കെ വലിയ സംഭവമായിരുന്നുണ്ടാവും. നാച്ചുറൽ ആയിട്ട് തോന്നും. അതിന്റെ അർത്ഥം, കാര്യം നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പ്രശ്നം അതാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നു. ചിലത് കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ കണ്ട് നമുക്ക് മടുപ്പ് തോന്നുന്നു. എന്നാൽ ഭഗവാന്റെ രൂപം അങ്ങനെയല്ല. അത് എവർ ഫ്രഷ്, അതിമനോഹരം. അദ്ദേഹത്തെ പോലെ ആ ഒരു സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നാത്തതാണ്. ഓരോ പ്രാവശ്യം കാണുമ്പോഴും പുതിയതായിട്ട് തോന്നുന്നു, ഇതുവരെ കാണാത്ത പോലെ. അതാണ്, കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. ഇപ്പൊ ഇപ്പോൾ ഗോപികമാരുടെ കാര്യമാണ് പറയുന്നത്. ഗോപികമാര് ഭഗവാനെ കാണുന്നു, എത്ര കണ്ടാലും മതിയാവുന്നില്ല. രാസലീല എല്ലാം നടന്നിട്ടുള്ളത് എത്രയോ യുഗങ്ങൾ ഡ്യൂറേഷൻ ഉണ്ട്. ആക്ച്വലി ദ്വാരകയിലുള്ള ദ്വാരകാവാസികൾക്കും രാജ്ഞിമാർക്കും ഭഗവാനെ കാണാനുള്ള സൗഭാഗ്യമുണ്ട്. എന്നാൽ അവരെപ്പോഴും അപ്പുറത്ത്, അവരെക്കാൾ ഭാഗ്യം ചെയ്തിട്ടുള്ള ഗോപികമാരെ കുറിച്ച് പറയുന്നു എന്ന് മാത്രം. എന്നാൽ ദ്വാരകയിലുള്ള ഇവരെല്ലാവരും തീർച്ചയായിട്ടും ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുള്ളവരാണ്. ഭഗവാനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ അവരുടെ കൂടെ കൊട്ടാരത്തിലുള്ളവരാണ്. അതുകൊണ്ട് അതിന് സംശയമൊന്നുമില്ല. എന്നാലും അവർക്കും ഓരോ പ്രാവശ്യം ഭഗവാനെ കാണുമ്പോൾ, ഓരോ നിമിഷവും ഭഗവാനെ കാണുമ്പോൾ പുതിയതായിട്ട് തോന്നുന്നു. അത് ഈ ഒരു ക്വാളിറ്റി അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം നമുക്ക് മടുപ്പ് തോന്നുന്നു. ബാക്കി ഈ ലോകത്ത് എന്ത് വേണമെങ്കിൽ എടുത്തോളൂ, എല്ലാം നമ്മളൊരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നും. എന്നാൽ മടുപ്പ് തോന്നാത്ത കാര്യം ഭഗവാനും ഭക്തിയുത സേവനങ്ങളുമാണ്. ശരിക്കു പറയുകയാണെങ്കിൽ ആനന്ദാംബുതി വർധനം പ്രതിപദം എന്നാണ് ശിഷ്ടാഷ്ടകത്തിൽ പറയുന്നത്. ആനന്ദ അംബുതി വർധനം.
ആനന്ദം, ആത്മീയമായിട്ടുള്ള ആനന്ദം കൂടുകയുള്ളൂ, കുറയില്ല ഒരിക്കലും. എന്നാൽ ജഡാനന്ദം എങ്ങനെയാണ്? ജഡാനന്ദം കുറച്ചു കഴിഞ്ഞാൽ മതിയാവും, നമുക്ക് മടുപ്പ് തോന്നും. ജഡാനന്ദം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങൾ നമ്മൾ ഉപയോഗിച്ച് നേടാൻ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യുന്നു. ആ ആനന്ദമൊക്കെ ജഡാനന്ദമാണ്. കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോട് മടുപ്പ് തോന്നുന്നു. എന്നാൽ ഭഗവാന്റെ രൂപം അങ്ങനെയല്ല, ഭഗവാന്റെ നാമങ്ങൾ അങ്ങനെയല്ല, ഭഗവാന്റെ ലീലകളും അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയാണ് ലീലകളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, ഓരോ പ്രാവശ്യം ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ അത് നവം നവം ആയിട്ട് തോന്നുന്നു എന്നുള്ളത്. നവം നവം. ഹരേ കൃഷ്ണ. അപ്പൊ ലീലയാവട്ടെ, നാമമാവട്ടെ, രൂപമാവട്ടെ, അദ്ദേഹത്തിന്റെ ഗുണങ്ങളാവട്ടെ, കൂടുതൽ കൂടുതൽ കേൾക്കുമ്പോൾ, കൂടുതൽ നമ്മളത് അറിയുമ്പോൾ നമുക്ക് അതിനോടുള്ള ആകർഷണം കൂടി വരുന്നു. അല്ലാതെ ഒരിക്കലും അതിന് കുറവ് സംഭവിക്കില്ല. ആത്മീയമായിട്ടുള്ള കാര്യം ആയതുകൊണ്ട് മാത്രമാണ്. 26ാമത്തെ ശ്ലോകം. ശ്രീയോ നിവാസോ യസ്യോര പാനപാത്രം മുഖം ദൃശാം ബാഹവോ ലോകപാലാനാം സാരംഗാണാം പദാംബുജം. ഹരേ കൃഷ്ണ. ഇപ്പൊ വായിക്കട്ടെ ബ്രോ. ഹരേ കൃഷ്ണ. ഓക്കെ. ശ്ലോകം 26. ശ്രിയോ നിവാസോ യസ്യോരാ പാനപാത്രം മുഖം ദൃശാം ബാഹവോ ലോകപാലാനാം സാരംഗാനാം പദാംബുജം. വിവർത്തനം ശ്രീല പ്രഭാതിക്ക് ജയ്. ഭഗവാന്റെ മാറിടം ഐശ്വര്യദേവതയുടെ ധാമമാകുന്നു. മനോഹരമായതെല്ലാറ്റിനെയും കൊതിക്കുന്ന നയനങ്ങൾക്ക് അവിടുത്തെ ചന്ദ്രസമാനമായ വദനം പാനപാത്രമാകുന്നു. അവിടുത്തെ ബാഹുക്കൾ കാര്യനിർവാഹകരായ ദേവന്മാരുടെ വിശ്രമ സ്ഥലമാകുന്നു. ഭഗവാനെ ഒഴികെ മറ്റൊരു വിഷയത്തെക്കുറിച്ചും ഒരിക്കലും സംസാരിക്കുകയോ കീർത്തിക്കുകയോ ചെയ്യാത്ത ശുദ്ധഭക്തരുടെ അഭയസ്ഥാനമാകുന്നു അവിടുത്തെ പാദങ്ങൾ. ഹരേ കൃഷ്ണ. താങ്ക് യു. അതിമനോഹരമായിട്ടുള്ള ശ്ലോകം. ഇവിടെ ഭഗവാന്റെ ആ ഒരു രൂപമാധുരിയെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ 4 വിഷയങ്ങൾ ഇവിടെ പറയുന്നു. അദ്ദേഹത്തിന്റെ നെഞ്ചുഭാഗം എന്താണ് പറയുന്നത്? ശ്രീയോ നിവാസോ യസ്യോര. അതായത് അദ്ദേഹത്തിന്റെ നെഞ്ചുഭാഗത്ത് അവിടെ ആരാണുള്ളത്? ശ്രീ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മി ദേവിയുടെ നിവാസ സ്ഥലമാണ്. ഇനി അദ്ദേഹത്തിന്റെ മുഖമാണെങ്കിലോ പാനപാത്രം മുഖം ദൃശാം, കണ്ണുകളുടെ പാനപാത്രമാണ് എന്നാണ് പറയുന്നത്. ഭഗവാന്റെ മുഖം ശ്രീമുഖം, കണ്ണുകളുടെ പാനപാത്രം മുഖം ദൃശാം. ഇനി കൈകളോ ബാഹവോ ലോകപാലാനാം, ദേവതമാര് വസിക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ അവർ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഭഗവാന്റെ കൈകൾ. ബാഹവോ ലോകപാലാനാം. അതേപോലെ തൃപാദങ്ങളോ സാരംഗാനാം പദാംബുജം, പരിശുദ്ധ ഭക്തരുടെ ശരണം. പരിശുദ്ധ ഭക്തർ ശരണം പ്രാപിക്കുന്നത്, അവര് ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും വസിക്കുന്നത് ഭഗവാന്റെ തൃപാദങ്ങളിലാണ്. ഇത് ആക്ച്വലി ഭഗവാന്റെ ആ സ്വരൂപത്തെ, അദ്ദേഹത്തിന്റെ ആ ശ്രീ രൂപമഹാത്മ്യമാണത്. ശരിക്കും ഓരോ ഭാഗത്തും ഉള്ളതാണ് പറയുന്നത്. അത് ഭഗവാന്റെ ആ രൂപത്തിന്റെ ഒരു ക്വാളിറ്റി നമ്മളെ ആസ്പെക്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഈ 4 രീതിയിലും പറഞ്ഞുകൊണ്ട് പറയുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു അതിമനോഹരമായിട്ടുള്ള സ്വരൂപമാണ് ഭഗവാന്റെ എന്നുള്ളത്. ശ്രീയോ നിവാസോ യസ്യോരഹ പാനപാത്രം മുഖം ദർശാം ബാഹവോ ലോകപാലാനാം സാരംഗാണാം പദാംബുജം. അതിമനോഹരം. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭഗവാനെ 1000 പതിനായിരക്കണക്കിന് ലക്ഷ്മി ദേവിമാര് സേവിച്ചുകൊണ്ടിരിക്കുന്നു ചിന്താമണി ധാമത്തിൽ എന്നുള്ളത്. ഇത് ഗോവിന്ദമാദിപുരുഷം. ഇത് പ്രഭുപാദി
ഇവിടെ പറയുന്നത് ഈ ഒരു ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അതായത് ചിന്താമണി ധാമത്തിൽ ഭഗവാൻ ഉണ്ട് എന്നുള്ളതും അവിടെ ലക്ഷ്മി ദേവിമാര് ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരുപാട് കൽപ്പവൃക്ഷങ്ങളുണ്ട്. അതേപോലെ ഗോവിന്ദൻ സുരഭി പശുക്കളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവരെല്ലാവരും ഭഗവാനോട് ഒരു ആകർഷണം തോന്നുന്നു. ഇതെല്ലാം പറയുന്നു ഇവിടെ, ആ ഒരു സെക്ഷൻ ഇവിടെ പറയുന്നുണ്ട്. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രഹ്മസംഹിതയിലെ ശ്ലോകമാണ് പ്രഭുപാദ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ അഭിഷേകത്തിന് ചെയ്യുന്ന ബ്രഹ്മസംഹിതയിൽ വരുന്ന ശ്ലോകം. ശ്രീയാകാന്ത കാന്ത പരമപുരുഷ, ആ ശ്ലോകം. ശ്രീയാകാന്ത കാന്ത പരമപുരുഷ കൽപ്പതരവോ, ആ ശ്ലോകമാണ് ഇവിടെ അദ്ദേഹം കോട്ട് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ചിന്താമണി ധാമത്തെ കുറിച്ച് പറയുന്നു. ബ്രഹ്മസംഹിതയിൽ പറയുന്നു ചിന്താമണി പ്രകര സദ്മഷു കൽപ്പവൃക്ഷ, ആ ശ്ലോകവും നമുക്ക് ഓർക്കാവുന്നതാണ് ഇവിടെ. ശ്രീയാകാന്ത കാന്ത പരമപുരുഷ കൽപ്പതരവോ ധ്രുവാ ഭൂമിശ്ചിന്താമണിഗണമയി തോയമമൃതം കഥാഗാനം നാട്യം ഗമനമപി വംശീ പ്രിയസഖി ചിദാനന്ദം ജ്യോതി പരമമപി തത് ആസ്വാദ്യമപി ച സയത്ര ക്ഷീരാദ്ഭി ശ്രവതി സുരഭിഭ്യശ്ച സുമഹാൻ നിമേഷാർദ്ധാഖ്യോ വവ്രജതി നഹി യത്രാപി സമയഃ ഭജേഷ്വേതാദീപം തമഹമയ ഗോലോകമിതി യം വിദന്തസ്തേ സന്തഃ ശിതിവിരല ചാര കതിപയേ. നമ്മൾ വേറെ രീതിയിലായിരിക്കും പാടുന്നുണ്ടാവുന്നത്. മനോഹരമായിട്ടുള്ള ശ്ലോകം. ഈ ശ്ലോകങ്ങളൊക്കെ ആക്ച്വലി ഗോലോക വൃന്ദാവനത്തെയാണ് വർണ്ണിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള ശ്വേതാദ്വീപിൽ അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാൻ ഇരിക്കുന്നു. അവിടെ ആയിരക്കണക്കിന് ലക്ഷ്മിമാര് ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ലക്ഷ്മിമാരെ സേവിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്മിമാര് ഗോപികമാരാണ്. കാര്യം ഗോലോക വൃന്ദാവനത്തിൽ ലക്ഷ്മി ഗണങ്ങളല്ല, ഗോപി ഗണങ്ങളാണ് ഉള്ളത്. ശ്രീമതി രാധാറാണിക്ക് 3 എക്സ്പാൻഷൻസ് ആണ് പറയുന്നത് ചൈതന്യ ചരിതാമൃതത്തിൽ. ഒന്ന് ഗോപിഗണ, മഹിഷിഗണ, ലക്ഷ്മിഗണ. ഗോപിഗണ ഗോലോക വൃന്ദാവനത്തിൽ, ലക്ഷ്മിഗണ വൈകുണ്ഠത്തിൽ, മഹിഷിഗണ ദ്വാരകയിൽ. മഹിഷി എന്ന് പറയുമ്പോൾ രാജ്ഞിമാര്. അപ്പോൾ ഇവിടെ ബ്രഹ്മാവ് പറയുന്നത് ചിന്താമണി ധാമത്തിൽ ഉള്ള ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിലെ കൃഷ്ണനെ സേവിക്കുന്നു, ഗോവിന്ദനെ സേവിക്കുന്നത്. അവിടെ ലക്ഷ്മിഗണ എന്ന് പറയുമ്പോൾ അത് ഗോപികമാരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മുടെ ആചാര്യന്മാര് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു സ്ഥലത്ത് ഗോലോക വൃന്ദാവനത്തില് കഥാഗാനം നാട്യം ഗമനമപി വംശീ പ്രിയസഖി, അവിടെ ആളുകൾ നടക്കുന്നത് ഡാൻസ് പോലെയാണെന്ന് പറയുന്നു, സംസാരിക്കുന്നത് പാട്ട് പോലെയാണ്. അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ താഴെയൊന്നും മണ്ണും കല്ലും ഒന്നും നമ്മൾ കാണില്ല, ചിന്താമണിയാണ്. ചിന്താമണി രത്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ഇനി പശുക്കളുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? സയത്ര ക്ഷീരാദ്ഭി ശ്രവതി സുരഭിഭ്യശ്ച സുമഹാൻ, അവിടെയുള്ള സുരഭി പശുക്കളൊക്കെ പാല് ഇങ്ങനെ ചുരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു അവിടെ പറയുന്നു പാലിന്റെ മഹാസമുദ്രമാണെന്ന് പറയുന്നു. അതീന്ദ്രിയല്ലോ, ആ ലോകത്ത് ആവശ്യത്തിനേക്കാൾ കൂടുതൽ പാല് തരുന്നു സുരഭി പശുക്കൾ. ആ ഗോലോക വൃന്ദാവനം നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഒരു ലക്ഷ്യമായി മാറട്ടെ. ഇതെല്ലാം പ്രഭുപാദ്ജി ഇവിടെ വീണ്ടും പറയുന്നതും ബ്രഹ്മസംഹിതയിലെ ശ്ലോകങ്ങളൊക്കെ ഇവിടെ പറയുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഒന്നും കൂടെ ഇടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ലക്ഷ്യം, അതാണ് ലക്ഷ്യം, അതാണ് ലക്ഷ്യം. അവിടെയാണ് നമുക്ക് പോവേണ്ടത്. ഇവിടെ കറങ്ങിയിരിക്കാനുള്ളതല്ല, മറിച്ച് അങ്ങോട്ട് പോകേണ്ട സമയമായി എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ഒരു ശ്ലോകം കൂടെ നോക്കാം ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടി. സീതാതപത്രാ വ്യജനൈർ ഉപസ്കൃതഃ പ്രസൂന വർഷേർ അഭിവർഷിത പതിഃ
പിശങ്കവാസ വനമാലയാ ഭവോ ഘനോ യഥാ യഥാർക്കോടുപചാപ വൈദ്യുതൈ. ഹരേ കൃഷ്ണ പ്രഭു. ഗീതമാതാജി വായിക്കും. ഹരേ കൃഷ്ണ. ശ്ലോകം 27. ഓം നമോ ഭഗവതേ വാസുദേവായ. സീതാതപത്രവ്യജനൈരുപസ്കൃത പ്രസൂനവർഷൈരഭിവർഷിതാപധി പിശങ്കവാസ വനമാലയാ ബഹു ഘനോ യഥാർക്കോടുപചാപവൈദ്യുതൈ. വിവർത്തനം ശ്രീല പ്രഭുപാദ്. ദ്വാരകയിലെ രാജവീതിയിലൂടെ ഭഗവാൻ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശിരസ് ഒരു ധവള നിറമാർന്ന കുടയാൽ സൂര്യപ്രകാശത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടു. വെൺചാമരങ്ങൾ അർദ്ധവൃത്താകൃതിയിൽ വീശപ്പെടുകയും വീതിയിലുടനീളം പുഷ്പവർഷം നടത്തുകയും ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ പീതാംബര ഉടയാടകളും പൂമാലകളും സൂര്യൻ, ചന്ദ്രൻ, മിന്നൽ, മഴവില്ല് എന്നിവയാൽ ഏകകാലത്തെ പരിവേഷ്ടിക്കപ്പെട്ട കാർമേഘം പോലെ തോന്നിപ്പിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നത് സീതാതപത്ര എന്ന് പറയുമ്പോൾ വെളുത്ത കുടയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഉപമിച്ചിട്ടുള്ളത് അർക്ക, സൂര്യനായിട്ടാണ്. ഇനി വ്യജനയർ എന്ന് പറയുമ്പോൾ ചാമരം, ചാമരത്തെ ഇവിടെ പറയുന്നു ചന്ദ്രനായി. ഉടുപ്പ എന്ന് പറയുന്നു. പ്രസൂന വർഷയർ, പുഷ്പങ്ങൾ ഭഗവാന്റെ മുകളിൽ സമർപ്പിക്കുന്നു, അല്ലെങ്കിൽ പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നു, അത് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഉപമ വരുന്നത് നക്ഷത്രങ്ങളായിട്ട്. പിശങ്കവാസ, ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള പീതാംബര വസ്ത്രം ഇവിടെ പറയുന്നു. വൈദ്യുത എന്ന് പറയുമ്പോൾ ഇടിമിന്നലായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. വനമാലയ, ഭഗവാന്റെ ആ കഴുത്തിലെ മനോഹരമായിട്ടുള്ള വനമാല ഹാരം ഇവിടെ ചാപ്പ അല്ലെങ്കിൽ മഴവില്ലായിട്ട് ഉപമിക്കുന്നു. അതേപോലെ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ആ നിറത്തെ, ശ്യാമവർണ്ണത്തെ ഘന അല്ലെങ്കിൽ മേഘമായിട്ട്, കാർമേഘമായിട്ട് ആണ് ഉപമ വരുന്നത്. അങ്ങനെയാണ് ഇത് ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപം. അദ്ദേഹം ദ്വാരക വീതിയിലൂടെ നടന്നു പോകുമ്പോൾ തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത്. കാര്യം ഭഗവാന്റെ പുറകിൽ കൊട പിടിച്ചിട്ടുണ്ട്, വെളുത്ത കൊട. പിന്നെ ചാമരം വീശുന്നുണ്ട്, ആളുകൾ പുഷ്പാഞ്ജലി ചെയ്യുന്നുണ്ട്, പീതാംബര വസ്ത്രം അതിമനോഹരമായിട്ടുള്ള തിളങ്ങുന്നുണ്ട്, കഴുത്തിൽ വനമാലയുണ്ട്, പിന്നെ ഭഗവാന്റെ രൂപം. അപ്പൊ അതിനെ കമ്പയർ ചെയ്യുന്നത് അങ്ങനെയാണ്. സൂര്യനായിട്ടും ചന്ദ്രനായിട്ടും നക്ഷത്രങ്ങളായിട്ടും ഇടിമിന്നലായിട്ടും മഴവില്ലായിട്ടും ഘന അല്ലെങ്കിൽ കാർമേഘമായിട്ടും അതിമനോഹരം. ഇതെല്ലാം ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ മനോഹരമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ഈ ഒരു കമ്പാരിസൺ ആക്ച്വലി അതിമനോഹരം. ഓക്കെ, ബാക്കിയുള്ളത് ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. ജഗദ്ഗുരു ശില പ്രഭുപാദ് കി ജയ്, ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്, സമവേദ ഗൗര ഭക്തവൃന്ദ കി ജയ്, ഗൗഡി ഗുരുവൃന്ദ കി ജയ്, शचिनंदन श्री गौरहरि की जय, श्रील गुरुदेव की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम, जय जय श्री राधे श्याम, जय जय श्री राधे. ഹരേ കൃഷ്ണ പ്രഭുജി. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് പ്രഭുജിയുടെ ക്ലാസ് കേൾക്കുന്നത്. വളരെ നല്ലതായിരുന്നു. എനിക്കാണെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ മകൻ ഇന്ന് ഭഗവാന്റെ ധാമത്തിലെത്തി എന്ന് പറയാം. ക്യാൻസർ ആയിരുന്നു. ഇന്ന് രാവിലെ തൊട്ട് കുഞ്ഞ് കണ്ണിങ്ങനെ തുറന്നു വെച്ച് ഇങ്ങനെ തുറന്നു വെച്ചേക്കുമായിരുന്നു. അപ്പം ഞങ്ങളെ എല്ലാവരെയും വീഡിയോ കോളിൽ കാണിച്ചു. ഞാൻ പറഞ്ഞു, ഒരു തുളസിയില പിച്ചി കൈവച്ച് തുളസിയില ഇട്ട് വെള്ളം കൊടുത്ത് ഒരു ഉണങ്ങിയ തുളസി കുഞ്ഞിൻ്റെ തലമാട്ടി വെച്ചു. അത് അവൻ്റെ ജീവൻ പതുക്കെ പോവാ. കണ്ണടച്ചു തുടങ്ങി. പിന്നെ ചെറിയ കൈകളൊക്കെ അനങ്ങാതായി. പതുക്കെ ജീവൻ പോയി. ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലിക്കൊടുത്തപ്പം 4 വശവും കണ്ണുകൾ ഇങ്ങനെ ഓടിക്കുന്നുണ്ടായിരുന്നു. ശിഷ്ടാഷ്ടകം ചൊല്ലി അതിൻ്റെ മീനിങ് പറഞ്ഞു കൊടുത്തു. ഒത്തിരി നാമങ്ങൾ ചൊല്ലി കേൾപ്പിച്ചു. പിന്നെ പരമപദപ്രാപ്തി അത് വായിച്ചു കൊടുത്തു. അങ്ങനെ 8-9 ദിവസം ഇങ്ങനെ കിടക്കുമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞ്. ഭഗവാന്റെ അനുഗ്രഹത്തിൽ അവൻ പോയി. ഇന്ന് 4:05 ആയപ്പോൾ പോയി. ഹരേ കൃഷ്ണ. ഓക്കെ, എന്തായാലും അവസാന സമയത്ത് ഇതെല്ലാം ചെയ്യാൻ സാധിച്ചത് വളരെ നല്ല കാര്യം. നമുക്കൊരു ജീവാത്മാവിന്
അവരുടെ ആ ഒരു സദ്ഗതിയിൽ സഹായിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സേവനമാണ്. ആ സമയത്ത്, അവസാന സമയത്ത് നാമം ചൊല്ലിക്കൊടുക്കുവാനും അതേപോലെ ശിഷ്ടാഷ്ടവും മറ്റുള്ള ശ്ലോകങ്ങളൊക്കെ വായിച്ചു കേൾപ്പിക്കുവാനും കീർത്തനം പാടുവാനും ഒക്കെ തുളസിയില എല്ലാം കൊടുക്കുവാനും സാധിച്ചതിലൊക്കെ ഒരുപാട് ഭഗവാൻ അനുഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു സദ്ഗതി തന്നെയാണ് ആ മകന് കിട്ടിയിട്ടുണ്ടാവുക. കാര്യം ഈ ഒരു അവസരം കിട്ടി, ഈ ഒരു ചാൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നതല്ല. അപ്പോൾ അതിന് നിങ്ങൾക്ക് സമയം കിട്ടി, അതിനനുസരിച്ചുള്ള ഒരു സാഹചര്യവും ഭഗവാൻ ഒരുക്കി തന്നു. മകന് എന്തായാലും വീഡിയോ കോളിൽ എല്ലാവരെയും കണ്ടു, എല്ലാവരെയും നോക്കി. ഹരേ കൃഷ്ണ മന്ത്രം, ഹരേ കൃഷ്ണ എന്ന് പറയൂ മോനെ എന്ന് പറയുമ്പോ വാ ഇങ്ങനെ ചലിപ്പിക്കാൻ നോക്കുന്നുണ്ട്, വരുന്നില്ല, സംസാരിക്കാൻ പറ്റത്തില്ല. വാ തുറന്ന് ജീവൻ പോയിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു. വായിക്കൂടാണ് ജീവൻ പോയി. തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സദ്ഗതി തന്നെയായിരിക്കും. ഇത്രയും ഇങ്ങനൊരു അവസാനം ഇങ്ങനെ ഒരു സമയം കിട്ടിയല്ലോ, അതിന് ഒന്നും പറയാനില്ല. അതെല്ലാം ഭഗവാന്റെ കൃപയാണെന്ന് കൂട്ടിക്കോളൂ. ഇനിയും പ്രാർത്ഥന തുടരൂ. ആ ഒരു യാത്ര സുഗമമാവാൻ വേണ്ടി ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് എത്തുന്നവരെ പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, താങ്ക് യു. തുളസിമാല ദഹന സമയത്ത് തുളസിമാല സമർപ്പിക്കാൻ പറ്റുമോ? ഗണ്ടിമാല സാരമില്ല, അത് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ നോൺ വെജ് ആയിരുന്നു കുട്ടി. അത് സാരമില്ല. ഇനിയിപ്പോ അത് നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. ആ ഒരു സദ്ഗതി ഉണ്ടാവട്ടെ. ഇനിയിപ്പോ എന്തായാലും ശരീരം വിട്ട സ്ഥിതിക്ക് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്തോളൂ. അപ്പോൾ ഭഗവാന്റെ കൃപയുണ്ടാവട്ടെ കൂടുതൽ. ഹരേ കൃഷ്ണ പ്രഭുജി, ദണ്ഡവത് പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.